എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ പ്രൈസിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ വിലയിരുത്താമെന്ന് നോക്കിയാൽ ആ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. അതുമാത്രമല്ല, നല്ലൊരു ക്വാളിറ്റിയിലും അതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രൈസിലും നമ്മുടെ MDM ഇന്നിവിടെ മിസ്റ്റർ ക്ലീൻ പ്രഷർ വാഷ് എന്ന് പറഞ്ഞൊരു മെഷീൻ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും ക്വാളിറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ MDMൻ്റെ മിസ്റ്റർ ക്ലീൻ പ്രഷർ വാഷിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മളിത് കറണ്ടിലാണ് പ്രവർത്തനം വരുന്നത്. കറണ്ടിൽ മോട്ടർ കുത്തി മോട്ടറിൻ്റെ സഹായം കൊണ്ട് പമ്പ് കറങ്ങി ആ പമ്പാണ് നമുക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രഷർ വെച്ചാണ് നമ്മൾ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പ്രഷർ വാഷർ കമ്പനികളിലും വരുന്നത്. പക്ഷേ നമ്മുടെ ഈ മോഡേൺ ഡയറി മെഷീൻ്റെ മിസ്റ്റർ ക്ലീൻ എവിടെയാണ് വേർതിരിഞ്ഞ് നിൽക്കണമെന്ന് നോക്കിയാൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കോപ്പർ വൈൻഡിങ് ആണ്. ബാക്കിയുള്ള കമ്പനികളൊക്കെ നോക്കുകയാണെങ്കിൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം കോയിലാണ് പൊതുവേ ഉപയോഗിക്കാറുള്ളത്. അലൂമിനിയം കോയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ യൂസ് കഴിഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ മാത്രമേ ആ മെഷീൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കോപ്പർ വൈൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര ലൈഫ് ടൈം നമുക്ക് കൂടുതൽ കിട്ടും എന്നുള്ളത് ഈ ഒരു കോപ്പർ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ മോട്ടറിനെ പറ്റി നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ പമ്പിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 240 പ്രഷർ ബാറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ലോഡ് മോട്ടറിലേക്ക് വരില്ലേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ MDM എപ്പോഴും വേർതിരിഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 120 mm കോർ ലെങ്ത് കൊടുത്തിരിക്കുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോട്ടറാണ് ആദ്യമേ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് 240 ബാർ പ്രഷർക്ക് നൽകുന്ന ഒരു പമ്പ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് വരുന്ന പ്രഷർ എന്താണെങ്കിലും നല്ല പ്രഷറുമായിരിക്കും. ചിലപ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂ നമ്മളൊരു കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിലൊരു കട്ട് ഓഫ് വാൽവ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രഷർ വാഷറിൽ നല്ല രീതിക്ക് പ്രഷർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു മെഷീന് നല്ല ലൈഫ് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബൈക്കോ കാറോ ഉണ്ട്, അത് കഴുകാൻ തന്നെ നമുക്കറിയാം അത്യാവശ്യം സമയം എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈ കൊണ്ടൊക്കെ കഴുകുമ്പോൾ മണ്ണ് കാര്യങ്ങളൊക്കെ ആ ഒരു ബോഡിയിലുണ്ടെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രഷർ വാഷർ കൊണ്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമുക്ക് സുഖമായിട്ട് വാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രാച്ചോ പാടോ എന്തെങ്കിലുമൊക്കെ വീഴോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു പ്രഷർ വാഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് തടയാനും സാധിക്കും. അപ്പോൾ ഇത് പ്രഷർ വാഷർ അല്ലേ, ഇതിൽ വെള്ളം മാത്രമേ വരുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫോം ഡിസ്പെൻസർ എന്ന് പറഞ്ഞ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോം ഡിസ്പെൻസറിൽ നമുക്ക് വേണ്ട സൊല്യൂഷൻ, ഇപ്പോൾ സോപ്പ് ആണെങ്കിലും ഷാമ്പു ആണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വണ്ടികളെ നമുക്ക് പതപ്പിച്ച് കുളിപ്പിക്കാം. നമ്മുടെ പമ്പിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ലൈഫ് സ്പാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പൊടിയോ കല്ലോ ഒന്നും പോകാനായിട്ട് പാടില്ല. അതിന് തന്നെ മെയിനായിട്ട് നമ്മൾ 2 ഫിൽറ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വെള്ളം എടുക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നമ്മളൊരു ഫിൽറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ അറ്റാച്ച് ചെയ്തേക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടാൽ നമുക്കത് ക്ലീൻ ആക്കിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രഷർ വാഷർ ഇലക്ട്രിക്കലി കറണ്ടിൽ ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ കുറേ പേർക്ക് സംശയം ഉണ്ടാവും. കാരണം ഇതിൽ നിന്ന് വെള്ളം ലീക്കായിട്ട് നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ പോയാൽ ഷോർട്ട് സർക്യൂട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും എർത്തോ കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട. കാരണം അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൊണ്ടും അതുപോലെ തന്നെ അത്രയും ടെസ്റ്റിങ്ങിന് ശേഷവുമാണ് നമ്മൾ ഇന്നിവിടെ നമ്മുടെ മിസ്റ്റർ ക്ലീൻ പ്രഷർ വാഷർ എന്ന് പറഞ്ഞ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഈ മെഷീന് വാറൻറ്റി കൂടെ കൊടുക്കണം. അതും വെറും വാറൻറ്റി അല്ല, 1 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. മെഷീൻ എന്തെങ്കിലും തകരാറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് ഈ ഒരു മെഷീന് മിസ്റ്റർ ക്ലീൻ പ്രഷർ വാഷിന് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ലോഞ്ചിങ് ഓഫർ ഇല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് പോലും നമ്മുടെ ഈ MDMൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാൻ പോകുന്നത്. ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള റേറ്റ് വരുന്നത് 6999 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ചിങ് ഓഫറിലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന വില എന്ന് പറയുമ്പം വെറും 4999 രൂപയ്ക്കാണ് ഈ ഒരു മിസ്റ്റർ ക്ലീൻ പ്രഷർ വാഷർ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനെ പറ്റി കൂടുതൽ അറിയാനും ഇത് ബുക്ക് ചെയ്യാനുമായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിക്കുക, ഡീറ്റെയിൽസ് അറിയിക്കുക, ബുക്ക് ചെയ്യുക. താങ്ക്